ഞാൻ പറയാം. ശ്രദ്ധിച്ച് കേട്ടോളണം. മരണമാണ് പറയാൻ പോണത്. അതെ. അതിന്റെ ഒരു കാര്യ ഗൗരവമൊക്കെ വേണേ. ഓക്കെ. പിള്ളേര് കളി ആക്കി കളയില്ല കേട്ടാ. ഓക്കെ. വിളി 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 വിളി. ജാനകി, നീയും കാർത്തികേയനും. അയ്യോ, സിദ്ദിഖ് സാറ് വന്ന് മരണത്തിന്. എവിടെ? ഞാൻ വിളിച്ചില്ല. അമ്മയാണ് സിദ്ദിഖ് സാറിനെ വിളിച്ചത്. സിദ്ദിഖ് സാറ് വന്ന് മരണത്തിന്. ജാനകി, നീയും കാർത്തികേയനും. അതാണോ? എവിടുന്ന് വന്നത്? എന്റെ വായിന്ന് വന്നതാ. ഞാൻ ഗൗരവത്തിൽ പറയാൻ പറഞ്ഞു. എടാ, നിന്റെ ശരീരത്തിന് പറ്റിയ സൗണ്ട് പറയടാ. അങ്ങനെ പറഞ്ഞ ജാനകി. അത് മതി, അത് മതി. അത് വിളി. ജാനകിയേ. പിന്നല്ലാതെ ആണ്ട വലിച്ച അവക്ക് കണ്ണും കണ്ടോടാ. ഞാൻ പഞ്ചായത്തിൽ പോയി. വീട്ടിൽ ചെല്ലുമ്പോ അങ്ങനെ പറയണത്. അങ്ങനെ പറയണത് ഓർമ്മയുണ്ടാ? വെള്ളത്തിന്റെ നാറ്റം ഇപ്പോഴും ഉണ്ട് തലയില്. അല്ലടാ, നീ ഇപ്പോഴും ജീവനോടെ ഉണ്ടാ? ഞാനോർത്ത് നീ പണ്ടേ ചത്തന്ന്. കണ്ട അവിടെ ആൾക്കാർ കണ്ട അവിടെ കെട്ടിയോനെ ചത്തെന്ന് പറയട്ടെ. അങ്ങനെ പറയുന്നത് പഞ്ചത്തിൽ കഷ്ടം കെട്ടായിട്ട് പറയണം. എന്നാലും എന്റെ മെമ്പറെ, ഞാൻ നിങ്ങളൊന്ന് കാണാൻ വേണ്ടി ഇരിക്കണായിരുന്നു. എന്തിന്? ഞാൻ നിങ്ങളൊരു സംഭവം പറഞ്ഞിട്ട് നിങ്ങൾ സെറ്റ് ചെയ്ത് തന്നിട്ട്. എന്തോ സംഭവം? ഞാനറിയത് എന്തോ സംഭവം. എന്റെ 2 പിള്ളേരാണ്, എനിക്ക് അറിഞ്ഞൂടാ. അങ്ങനെ എന്തോ സംഭവം? ദേ, ഇവിടെ ഒരു മഴക്കുഴി വെട്ടി തരാൻ പറഞ്ഞിട്ട് ഇയാള് കുഴി വെട്ടി തന്നില്ലല്ലോ. കുഴിയുടെ കേസാണ്. ആ. കുഴിയുടെ കാര്യം ക്ലിയർ ചെയ്യാനല്ലേ ഞങ്ങൾ വന്നത്. ആ. 1 അല്ല 2 കുഴി വെട്ടും ഇവിടെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇവിടെ ടാർപ്പ് വലിച്ചു കെട്ടാൻ വലിയ സൗകര്യം ഉണ്ടോ? ടാർപ്പ് എന്താ? ഞങ്ങളുടെ വീട്ടിലോട്ട് പുതിയ കാറ് വല്ലോ ഒമ്മനുണ്ടാ? ആന്ധ്രയിൽ നിന്ന് ഒരു സാധനം വരുന്നുണ്ട്. അന്ന് കിടന്ന് കുറെ കാറും